അത് ആദ്യമായിട്ട് ക്യാമ്പസിന്റെ കഥ പറഞ്ഞതാണ്. അതുമല്ല, അത് വെറും ലേഖനങ്ങളിൽ നിന്ന് പ്രൊഫസർ ഹൃദയകുമാരിയുടെ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. കോളേജിന്റെ അസ്വസ്ഥമായ അന്തരീക്ഷം എന്താ പറഞ്ഞാൽ അവരൊരു ലേഖനം പരമ്പര എഴുതിയിരുന്നു മാതൃഭൂമിയിൽ. അതിനെ ബേസ് ചെയ്തിട്ടും പിന്നെ ഞങ്ങൾ പഠിച്ചിരുന്ന കുറെ അനുഭവങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അത് കോമ്പസിലും ആ പിള്ളേരും ഒക്കെ തന്നെയാണ് അഭിനയിച്ചത്. ഇപ്പോൾ ഒരുപാട് എല്ലാ നമ്മുടെ സിനിമകളിൽ വരുന്ന എല്ലാ കഥകളും ക്യാമ്പസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ കഥകൾ ഇപ്പൊ വളരെ പോപ്പുലർ ഹിറ്റായ ഒരുപാട് സിനിമകൾ ഈ അടുത്ത കാലത്ത് അതിലൊന്നും ക്യാമ്പസിന്റെ റിയൽ ലൈഫ് കാണിക്കുന്നില്ല എന്നാണ്. പക്ഷെ റാഗിംഗ് എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശക്തമായ ഒരു സത്യസന്ധമായ ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു. ഈ രണ്ട് സിനിമയും കമ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ്? അതെ, ഇപ്പോഴത്തെ ഈ എനിക്കത് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ എങ്ങനെയാണോ ക്യാമ്പസിന്റെ ലൈഫ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ അയക്കാൻ പേടിക്കും നമ്മൾ, ഇല്ലേ മോഹൻ? എനിക്ക് കുട്ടികളില്ല, ഞാൻ അവിവാഹിതം തന്നെയാണ്. അതായത് എങ്കിലും നമുക്ക് നമ്മുടെ മരുമക്കളുടെ പിള്ളേരും അവരുടെ ഇത് മരുമക്കളൊക്കെ ഉണ്ടല്ലോ, കൊച്ചുകുട്ടികൾ, അവരെയൊക്കെ കോളേജിൽ അയക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ അയക്കാൻ വളരെ പേടിയാവും. ഇത് കണ്ടിട്ട് ഇതാണോ ഒരു സിനിമ? അല്ല, ഈ അടുത്ത കാലത്ത് സിനിമയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതിന്റെ ഒരു കാരണം ഇപ്പോഴത്തെ സിനിമയുടെ സങ്കല്പങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണോ? സങ്കല്പങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഒന്നാമത് എനിക്ക് ഇന്നത്തെ ടെക്നിക്കുമായിട്ട് വലിയ അറിവൊന്നുമില്ല. ഇന്നത്തെ രീതിയിലുള്ള സിനിമയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഈ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷെ സിനിമ എന്ന് പറയുന്നത് പിന്നെ ഒരു കലാരൂപമാണത്. അതിൽ ഷോർട്സുകൾ കൊണ്ടാണ് നമ്മൾ കഥ പറയുന്നത്. ഈ ഓരോ ഷോർട്സും ഓരോ പെയിന്റിംഗ് ആണ്. അതിനുള്ള ഉദാഹരണം സത്യജിത്രയുടെ പതർപ്പഞ്ചാലി കണ്ടാലറിയാം, അല്ലെങ്കിൽ ക്രൂസോവയുടെ പടങ്ങൾ കണ്ടാലറിയാം, DCKയുടെ പടം കണ്ടാലറിയാം. ഇപ്പൊ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ ഒരു പരിധി വരെ അത് അങ്ങനെ ഉള്ളതാണ്. അപ്പൊ അതൊന്നും ഇന്നത്തെ പോയി കഴിഞ്ഞാൽ ഓടാൻ പോണില്ല. അങ്ങനത്തെ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഇതിന് കാശ് മുടക്കണവനെ വെള്ളത്തിലാക്കില്ലേ. എനിക്കതിനുള്ള ഒരു ഇതില്ല, ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനൊരു ആലോചന പോണെങ്കിൽ പോട്ടെ, വളരെ ചെലവ് കുറച്ചൊരു സിനിമ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ടത്. നടന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ആ ബാല്യകാലത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഒന്നാമതരം ഒരു ചിൽഡ്രൻസ് ഫിലിം മാതിരിയുള്ളതായിട്ട് എനിക്ക് തോന്നിയേക്കണത്. അതൊന്നും കൂടി മെനപ്പെടുത്തി ഒരു നല്ലൊരു ബാലകാല ചിത്രം എടുത്താൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇന്നത്തെ രീതിയിൽ ഒരു പ്രൊഡ്യൂസർ വന്ന് എന്നെ വിളിക്കുന്ന എനിക്ക് വിശ്വാസമില്ല. വിളിച്ചാൽ തന്നെ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം എന്നെ കൊണ്ട് സാധ്യമാവില്ല അയാളുടെ പണം തിരിച്ചു കിട്ടത്തക്ക വിധം ചെയ്യാൻ. നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാൽ കർത്താവിനെതിരെ പ്രവരെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഊണ് കഴിക്കും, ഇങ്ങനെ വിശന്നിരുന്ന നല്ല സൂക്കടിക്കും. തങ്കച്ച എന്റെ കൊച്ചുങ്ങൾ അനാഥരായിപ്പോയല്ലോ. അതിനി അറിഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോന്നാം. ചേട്ടത്തി ഊണ് കഴിക്കും. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണിക്ക് തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ. ഇങ്ങനെ എത്ര ദിവസമായി കഴിക്കും. ഇത്ര തന്റെ ഇടമില്ലാതെ ആയല്ലോ. തങ്കച്ചന് കാണല്ലേ? മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? അങ്ങനെ ചോദിക്കുന്നു. നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വലിയ പുരക്കിലെ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായോ? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോകാം. നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ നിൽക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. പഴയ മലയാള സിനിമകളിൽ ഈ പ്രേമരംഗങ്ങൾക്ക് വളരെ സിക്തത ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഒന്ന് പ്രേമിക്കണമെന്നൊക്കെ തോന്നുന്നതാണ്. പക്ഷെ ഇന്ന് ഒരു കാമുകനും കാമുകിയും വന്ന് എന്തെങ്കിലും രഹസ്യ സംഭാഷണത്തിനൊരു വഴിയില്ലാത്ത നിലയിൽ ഒരുപാട് ആൾക്കൂട്ടം അവരുടെ പുറകിൽ നിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു ലോജിക്കില്ലാത്ത ഒരു സംഭവമാണ് സിനിമയുടെ ശാസ്ത്രം വെച്ച് നമ്മൾ നോക്കുമ്പോൾ. അതൊക്കെ
അന്നത്തെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട രീതിയാണ്. അന്ന് പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാത്തവരൊന്നുമില്ല, പ്രേമമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇന്നത്തെ പോലെയൊക്കെ തന്നെയുള്ള അത് ദൈവസിദ്ധമായ വികാരമാണല്ലോ. അപ്പം അന്നും ഉണ്ട്. പക്ഷെ അന്നത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ അതിനൊരു പരിശുദ്ധ പ്രേമം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിവൈൻ പ്രേമമാണ് അന്നത്തെ ഉണ്ടായിരുന്നത്. അതിന് പ്രധാന കാരണം അന്നത്തെ കവികളുടെയും ഇപ്പം ചന്ദ്രൻ രമണന്റെ ഒക്കെ ഇതുണ്ടല്ലോ, ഇതൊക്കെ കുറെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ അതൊക്കെ മാറി, ആ രീതി മാറി. ഇന്നിപ്പോൾ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അങ്ങനെ ഒരു നാണത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരുടെ മുമ്പിലും ഒരുമിച്ച് നടക്കാനും ഇതൊക്കെ ചെയ്യാവുന്ന ഒരു ഒന്നും അതേ സിനിമയിൽ പ്രതിഫലിക്കുന്നു. അത് കുറച്ച് ഓവറായി പോയി എന്ന് മാത്രം. അത് കച്ചവട മനസ്ഥിതി കണ്ടതാണ്. കുറെ സെക്സ് കൂടുതലാക്കി കഴിഞ്ഞാൽ കാശുണ്ടാക്കാന്നുള്ള. അപ്പോൾ ദേശാടനം എന്ന് പറഞ്ഞ പടം വന്നു, അതിൽ ഇത്ര സെക്സും യാതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അത് കളക്ട് ചെയ്തു, നന്നായിട്ട് കളക്ട് ചെയ്തു. അത് പറഞ്ഞപ്പോ ഈ മലയാള സിനിമയിൽ ഒരു കാലത്ത് വളരെ ശക്തമായ നല്ല സിനിമകൾ, ശക്തമായ കഥകളുള്ള സിനിമകൾ വന്നിരുന്നു. അന്ന് ആളുകൾ തിയേറ്ററിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് സിനിമയുടെ എല്ലാ മേഖലകളിലും ആളുകൾ പറയുന്നു മലയാള സിനിമയിൽ വളരെ കടുത്ത പ്രതിസന്ധിയാണെന്ന് പറയുന്നത്. പ്രതിസന്ധിയുടെ കാരണങ്ങൾ പലരും പറയുന്നത് ഈ ചാനലുകളുടെ എണ്ണം കൂടുതൽ, പിന്നെ വീഡിയോ പൈറസി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മലയാളികൾ ഉറച്ചു വിശ്വസിക്കുന്നത് ശക്തമായ കഥയുള്ളൊരു സിനിമ നമ്മുടെ സ്ക്രീനിൽ എത്തിയിട്ട് ഒരുപാട് കാലമായി തന്നെയാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ട്? അതെനിക്ക് പറയാനുള്ളത്, ഈ ചാനലുകൾ വന്നതുകൊണ്ടും അല്ലെങ്കിൽ വേറെ ഏതാണ്ട് വന്നതുകൊണ്ടൊന്നും മലയാള സിനിമയ്ക്ക് പ്രതിസന്ധി വരേണ്ട യാതൊരു കാര്യമില്ല. കുറേയൊക്കെ നയിക്കായിരിക്കും. കാരണം പഴയ പോലെ ഒന്നാമത് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ്, ഒരു ഫാമിലിക്ക് സിനിമ കാണാൻ പോകണമെങ്കിൽ രൂപ എത്ര വേണം? അപ്പം ഇന്ന് മിക്ക വീടുകളിലും ടി വി ഉണ്ട്. അപ്പോൾ ടി വിയിൽ ഇത് വരുന്നത് കാണുമ്പോൾ അതുകൊണ്ട് അത് തിയേറ്ററിലെ കളക്ഷനെ ബാധിക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതിനെന്താ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾ ഇല്ലാണ്ടാക്കുമോ ടി വി ഇല്ലാണ്ടാക്കുമോ എന്നല്ല. അതിന് പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ നല്ല പടങ്ങൾ എടുക്കുക. ഈ നല്ല പടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേശാടനം പിന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, 20 ലക്ഷം രൂപ താഴെ വന്നിട്ടില്ല അല്ലേ? അങ്ങനെയുള്ള കഥകൾ പലതും ഉണ്ടല്ലോ. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആണെങ്കിലും വളരെ ചിലവ് കുറച്ചെടുക്കാവുന്ന പടങ്ങൾ. അവരിപ്പോൾ കൂടുതൽ വാനപ്രസ്ഥം, ഇപ്പോൾ MTയുടെ ആ തീർത്ഥാടനം നല്ല മനോഹരമായ ചിത്രമായിരുന്നു. അത് അതിലിപ്പോൾ അതിനുള്ള കൂടുതൽ ചിലവ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സുഹാസിനിയും ജയറാമും ഉള്ളത് കൊണ്ട് അവരുടെ റെമോണ്ടറേഷൻ ഒരു വലിയ പങ്ക് പോകും. അപ്പം ഈ വലിയ ഇപ്പോൾ ആരോ പറഞ്ഞ കേട്ടു, ഞാൻ കണ്ടില്ല, ഒരു പടം വന്നല്ലോ ലജ്ജാവതി എന്നുള്ള പാട്ടുള്ളത്, ഫോർ ദ പീപ്പിൾ. അതൊരു വലിയ വമ്പിച്ച വിജയമാണെന്ന് പറയുന്നുണ്ട്. അപ്പം വമ്പിച്ച വിജയത്തിൽ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞ ഒരു കാര്യം കൂടി അതിനെ കണക്കാക്കാം. ഒരു നല്ലൊരു പെർസെൻറ്റേജ് അതാണ്. അത് മുഴുവൻ പുതുമുഖങ്ങളാണ്. അപ്പം ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവണം. എന്നും ഈ വലിയ വലിയ സ്റ്റാറുകളെ ഇട്ടാൽ പടം ഓടുള്ളൂ എന്ന് വരുന്ന തെറ്റിദ്ധാരണയാണ്. അവരുടെ റെമ്യൂണറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല നിസ്സാരമായ ലാഭമായിരിക്കും കിട്ടാൻ പോകുന്നത്. വളരെ ചിലവ് കുറച്ച് നല്ല കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു വലിയ കഥ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് ജീവിതസ്പർശിയായിരിക്കണം, നമ്മുടെ ഉള്ളിൽ തട്ടണമായിരിക്കണം. ഈ ജീവിതസ്പർശിയായ കഥകളുടെ അഭാവം പോലെ തന്നെ മലയാള സിനിമാ രംഗത്ത് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളിലും ഒരു വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വളരെ നല്ല ഗാനങ്ങൾ